സൗദിയിലെ റിയാദിലും ഖസീമിലും ശക്തമായ മഴയെത്തി. ഖസീമിന്റെ വിവിധ ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. കിഴക്കൻ പ്രവിശ്യയിലും മഴയെത്തിയിട്ടുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഈ മേഖലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്ത് മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിയാദിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള ഖസീം പ്രവിശ്യയിലാണ് കനത്ത മഴ. ഇന്നലെ രാത്രിയോടെ ശക്തമായ മഴയിൽ ഖസീമിലെ ഉനൈസയിൽ പല ഭാഗത്തും വെള്ളമുയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ സിവിൽ ഡിഫൻസ് ബോട്ടുകൾ ഉപയോഗിച്ചാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്. നൂറുകണക്കിന് വാഹനങ്ങൾ ഇവിടെ വെള്ളത്തിൽ മുങ്ങി. ഖസീമിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. റിയാദിലും ഇന്ന് രാവിലെ മഴ കനത്തു. ഇവിടെയും കിഴക്കൻ പ്രവിശ്യയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദീനയിലെ മഹദ്, അൽജോഫിലെ സക്കാക്ക, തബർജൽ, ദോമ, വടക്കൻ അതിർത്തി പ്രദേശത്തെ റഫ, അറാർ എന്നീ ഭാഗങ്ങളിലും റെഡ് അലേർട്ട് ഉണ്ട്. ഹായിലും ഇന്ന് കനത്ത മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. അൽ ഖസീമിന് പുറമെ കിഴക്കൻ പ്രവിശ്യയിലെ ഹഫർബാത്തിൻ, കഫ്ജി, ദമാം, കോബാർ, ഖത്തീഫ് എന്നിവിടങ്ങളിലും റെഡ് അലേർട്ട് തുടരുകയാണ്. റിയാദിലെ ഷക്ര, സുൽഫി, മജ്മ പ്രദേശങ്ങളിൽ റെഡ് അലേർട്ടും റിയാദ് നഗരത്തിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ്. രാജ്യത്തുടനീളം മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്രക്കാർക്ക് സിവിൽ ഡിഫൻസിന്റെ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.